Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിൻ്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്നുള്ള മൊഡ്യൂൾ ഉണ്ടല്ലേ. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ജൂണിലേക്കുള്ള എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങുക. ഇപ്പോൾ മാത്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ മാത്സിൻ്റെ 2 മൊഡ്യൂളുകളുണ്ട്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്, അതേപോലെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മാത്സിലെ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 2 articles ഈസ് സെയിം. One of them is sold at a profit of 13%, while the other one is sold at a profit of 19%. If the difference between their selling price is rupees 126, the cost price of each article is. എന്താ പറയുന്നത്, ഒരു 2 ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഒരെണ്ണം 13% പ്രോഫിറ്റിൽ വിൽക്കുന്നു, വൈൽ ദ അതർ വൺ എന്താണ് 19% പ്രോഫിറ്റിൽ വിൽക്കുന്നു. ആ 2 സെല്ലിംഗ് പ്രൈസുകളുടെ ഡിഫറൻസ് 126 ആണെങ്കിൽ ആ കോസ്റ്റ് പ്രൈസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പം ഒരു നമ്പർ എക്സ് ആണ് എങ്കിൽ ജസ്റ്റ് പേഴ്സൻറ്റേജിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. 10% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? എക്സ് പ്ലസ് 10% ഓഫ് എക്സ് അല്ലേ. എക്സിൻ്റെ കൂടെ എക്സിൻ്റെ 10% കൂടെ ഇൻക്രീസ് ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മളെ പ്രോഫിറ്റ്. 10% പ്രോഫിറ്റിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ആ കോസ്റ്റ് പ്രൈസിൻ്റെ 10% എത്രയാണോ അത്രയും കൂടെ കൂട്ടി വിൽക്കുന്നു. അതാണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. അപ്പോൾ ഇത് കോസ്റ്റ് പ്രൈസ് ആണ്, ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. ക്ലിയർ ആണല്ലോ? 10% പ്രോഫിറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് 10% ലോസ് എന്നാണ് പറയുന്നതെങ്കിലോ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ കൂടെ എന്താ, എക്സിൽ നിന്ന് എക്സിൻ്റെ 10% നമ്മൾ മൈനസ് ചെയ്യുന്നു. എക്സ് മൈനസ് 10% ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇത് കോസ്റ്റ് പ്രൈസ്, 10% ലോസ് ഉണ്ടായി, ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതേപോലെയാണ്, അത് ഈ പെർസെൻറ്റേജ് പോലെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ എക്സ് പ്ലസ് 10% ഓഫ് എക്സിനെ നമുക്ക് 110% ഓഫ് എക്സ് അങ്ങനെയും ഡയറക്റ്റ് എഴുതാം. കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. എക്സ് ആണ് 10% പ്രോഫിറ്റ് അല്ലെങ്കിൽ 10% ഇൻക്രീസ് ചെയ്തെങ്കിൽ 110% ഓഫ് എക്സ്. മറ്റൊരു എക്സാമ്പിൾ, 20% പ്രോഫിറ്റ് അല്ലെങ്കിൽ 20% ഇൻക്രീസ് ചെയ്തെങ്കിൽ നമുക്ക് പറയാം 100 പ്ലസ് ദാറ്റ് 20 120% ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഈ രീതിയിലും എഴുതാം, ഈ രീതിയിലും എഴുതാം. ഓക്കെ, ഇനി 25% പ്രോഫിറ്റ് അല്ലെങ്കിൽ 25% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125% ഓഫ് എക്സ്. 100ൻ്റെ കൂടെ ആ 10 നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രോഫിറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എഴുതാം. ലോസ് ആണെങ്കിൽ എന്താ? 100 മൈനസ് 10, അതായത് 90% ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ എന്നോണം നമുക്കിങ്ങനെ പറയാം. എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 പ്ലസ് P% ഓഫ് കോസ്റ്റ് പ്രൈസ് അല്ലേ. 100 പ്രോഫിറ്റ് ആണെങ്കിൽ 100 കൂടെ അത് P കൂടെ ആഡ് ചെയ്യുന്നു. ഇനി അതേപോലെ ലോസ് ആണെങ്കിലോ 100 മൈനസ് L% ഓഫ് കോസ്റ്റ് പ്രൈസ്, ഇങ്ങനെ പറയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എക്സ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. നിങ്ങൾ പെർസെൻറ്റേജ് ആകുമ്പോൾ 100 എന്ന് അസ്യൂം ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി എക്സ് എന്നാ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. കോസ്റ്റ് പ്രൈസ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇനി ഒരു ആർട്ടിക്കിൾ എത്ര? 13% പ്രോഫിറ്റിനാണ് വിറ്റത്. അപ്പോൾ നമുക്ക് ആ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ പറയാം? SP1 എന്ന് പറഞ്ഞാൽ 13% പ്രോഫിറ്റ് അല്ലേ. 100 പ്ലസ് 13 അല്ലേ. സോ 113% ഓഫ് എക്സ് എന്ന് പറയാം ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ്. രണ്ടാമത്തെ ആർട്ടിക്കിളോ സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 19%. അപ്പോൾ രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ പറയാം? 19% ആ പ്രോഫിറ്റ്. അപ്പോൾ 100 പ്ലസ് 19 119% ഓഫ് എക്സ് ആണ് അല്ലേ. ഈ 2 സെല്ലിംഗ് പ്രൈസുകളുടെ ഡിഫറൻസ് ആണ് 126. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തേ 119% ഓഫ് എക്സ് മൈനസ് 113% ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എന്ത്? 126 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത് സോൾവ് ചെയ്താൽ പോരെ എക്സ് കിട്ടത്തില്ലേ? ഓക്കെ, സോൾവ് ചെയ്തേ. 119 പ്ലസ് 113 എത്ര വരും? 6%. 6% ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് 126 എങ്കിൽ 100%. അപ്പോൾ 6% 126 ആണെങ്കിൽ 100% എത്രയാണ് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ല ഇതുപോലെ സോൾവ് ചെയ്യാം. 6/100 ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 126. x will be equal to 126 into 100
by 6 അല്ലേ. കട്ട് ചെയ്യാം. 21 that is x will be equal to 2100. ക്ലിയർ അല്ലേ? ഇത്രയും റുപ്പീസാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, ₹2100. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 successive discount of 15%, 20% and 40% on the mark price of an item are equivalent to a single discount of. എന്താണ്? നേരത്തെ പോലെ തന്നെ പെർസെൻറ്റേജ് വരുന്നതാ അല്ലേ? എന്താ? ഒരു ഐറ്റം ഒരു ഐറ്റത്തിൻ്റെ വില ആദ്യം 15% കുറഞ്ഞു, പിന്നെയും 20% കുറഞ്ഞു, പിന്നെയും വീണ്ടും 40% കുറഞ്ഞു എങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് അല്ലേ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്നാണ് അർത്ഥം അല്ലേ? ഇത്രയും ശതമാനം കുറയുന്നു. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ എങ്ങനെ ചെയ്യാം. നമുക്കിപ്പം നമ്പർ 100 ആണെന്ന് ആദ്യം അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്ന എളുപ്പത്തിനാണ് 100 എടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ് നമ്മൾ പറഞ്ഞു എക്സ് ആണെങ്കിൽ അതിന് 10% ഡിക്രീസ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? 90% ഓഫ് എക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ് മൈനസ് 10% ഓഫ് എക്സ് അങ്ങനെയും ചെയ്യാം. എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. 90% ഓഫ് എക്സ് അല്ലേ? അപ്പോൾ 100 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 90% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 90 ആണ് അല്ലേ? 100 വരുന്ന സമയത്ത് മാത്രം 100ൽ നിന്ന് ആ പറയുന്ന 10 അങ്ങ് കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? 100 അല്ലാത്ത എവിടെയെങ്കിലും ആണെങ്കിൽ ആ അത്രയും % ഓഫ് എക്സ് എന്ന് കാണാൻ മറക്കരുത്. ഓക്കെ, സോ അപ്പോൾ 100 ആയിരുന്നു. ആദ്യം എന്ത് ചെയ്തു? 15% റെഡ്യൂസ് ചെയ്തു. 15% റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയായി? 100 - 15 85 അല്ലേ? 85% ഓഫ് 100 ദാറ്റ് മീൻസ് 85. അങ്ങനെ 85 ആയി. വീണ്ടും എന്താണ്? 20% ഡിക്രീസ്. അത് സോൾവ് ചെയ്തേ. 20% ഡിക്രീസ് നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ ചെയ്യാം. 85 - 20% ഓഫ് 85 അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്താ? 80% ഓഫ് 85. സോൾവ് ചെയ്തേ. ബൈ 100 സീറോസ് കട്ട് ചെയ്തു. 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 17 വന്നു. ഇവിടെ എന്തൊരു 2 വരും. 2 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി. 17 × 4 എന്ത് വരും? 8 68 അല്ലേ? 68 വന്നു. വീണ്ടും എന്താ? ഒരു ഡിസ്കൗണ്ടും കൂടെ ഉണ്ട്, 40% ഡിസ്കൗണ്ട്. സോ 40% ഡിക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ? 40% കുറഞ്ഞു എന്ന് വെച്ചാൽ 100 - 40 60 അല്ലേ? 60% ഓഫ് 68. സോൾവ് ചെയ്തേ. 60 ബൈ 100 ഓഫ് 68. 0 കട്ട് ചെയ്തു. 2 വെച്ചാണെങ്കിൽ ഇവിടെ 3 ആയി, ഇവിടെ 5 ആയി. 68 × 3 24 20 204 ബൈ 5 അല്ലേ? അപ്പോൾ എന്ത് വരും? 40.8 എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മളുടെ നമ്പർ 68 നിന്ന് 40% ഡിക്രീസ് ചെയ്ത് എന്തായി മാറി? 40.8 ആയി മാറി അല്ലേ? അപ്പം 100 ആയിരുന്ന നമ്മളുടെ നമ്പർ 3 ഡിസ്കൗണ്ടുകൾക്ക് ശേഷം എത്ര ആയിട്ട് കുറഞ്ഞു? 40.8 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ആ വ്യത്യാസം 100 ആയതുകൊണ്ട് ജസ്റ്റ് മൈനസ് ചെയ്ത് പറഞ്ഞാൽ മതി അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും നമ്മൾ അസ്യൂം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എക്സൈറ്റ് ഒക്കെ എടുത്താൽ പെർസെൻറ്റേജ് ചേഞ്ച് അല്ലേ ആ ഒരു ഇക്വേഷനിലിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ 100 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 40.8 നിന്ന് മൈനസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ എന്താ? 100 ആയിരുന്ന നമ്പർ 40.8 ആയി. അപ്പോൾ അവർ വന്ന ചേഞ്ച് എത്ര? 2 59.2 അല്ലേ? എന്താ ചേഞ്ച് വന്നത്? 59.2% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ആണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് അല്ലേ? ഓപ്ഷൻ സി 59.2. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ്റ്റ് പ്രൈസ് ഓഫ് 35 ആർട്ടിക്കിൾസ് ഈസ് സെയിം ആസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് n ആർട്ടിക്കിൾസ് ഇഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ഈസ് 40% വാല്യൂ ഓഫ് n. എന്താണ്? കോസ്റ്റ് പ്രൈസ് 35 ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ n ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസിന് തുല്യമാണ് എങ്കിൽ പ്രോഫിറ്റ് കിട്ടിയത് 40% ആണ് അല്ലെ? നമുക്ക് പ്രോഫിറ്റ് പെർസെന്റിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ് പ്രോഫിറ്റ് പെർസെന്റിന്റെ ഇക്വേഷൻ? പ്രോഫിറ്റ് പെർസെന്റ് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ താഴെ എന്താ? കോസ്റ്റ് പ്രൈസ് അല്ലെ? ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? സെല്ലിംഗ് പ്രൈസ് കൂടി നിൽക്കുമ്പോഴാണ് പ്രോഫിറ്റ് വരുന്നത് അല്ലേ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് പ്രോഫിറ്റ് പെർസെന്റ് ഇക്വേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? 35 ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാ? സെല്ലിംഗ് പ്രൈസ് ഓഫ് n ആർട്ടിക്കിൾസിന് തുല്യമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു ലെറ്റ് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ 1 rupees. ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് 1 rupees ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും. അതേപോലെ n ആർട്ടിക്കിൾസ് ആണെങ്കിൽ n ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ n ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസിനെ പറ്റിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ n ആർട്ടിക്കിൾസ് എടുക്കുവാണ്. n ആർട്ടിക്കിൾസ് എടുത്താൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും?
n റുപ്പീസ് ആയിരിക്കും അല്ലേ. ഒരെണ്ണത്തിന് 1 രൂപ എന്ന് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് n ആർട്ടിക്കിൾസിന്റെ വില എന്തായിരിക്കും? n റുപ്പീസ് ആയിരിക്കും അല്ലേ. സോ കോസ്റ്റ് പ്രൈസ് n. അതേപോലെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് n ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 35 ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസിന് തുല്യമാണ്. അപ്പൊ എത്ര ആയിരിക്കും? 35 ആയിരിക്കും അല്ലെ. n ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 35 ആർട്ടിക്കിൾ കോസ്റ്റ് പ്രൈസ്. ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് 1 ആണ്. അപ്പൊ 35 ആർട്ടിക്കിൾസിന്റെ എന്തായിരിക്കും? 35 ആണ്. അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ത് കിട്ടി? 35 കിട്ടി അല്ലെ. ഇനി പ്രോഫിറ്റ് പെർസെന്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 40. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റ് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് 35 മൈനസ് കോസ്റ്റ് പ്രൈസ് n ബൈ n ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് 40 എന്ന് പറഞ്ഞു അല്ലേ. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് 40%. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് n കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 35 മൈനസ് n ബൈ n വിൽ ബി ഈക്വൽ ടു 40 ബൈ 100 എന്നാവും അല്ലേ. ദാറ്റ് ഈസ് 4 ബൈ 10, ദാറ്റ് ഈസ് 2 ബൈ 5. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ഇത് സോൾവ് ചെയ്തേ. 35 ഇൻറ്റു 5 15, 165 അല്ലേ. 165 അല്ല 175 5 to 25, 175 minus 5n equal to 2n. That is 175 equal to എന്ത് വരും? 7n. That is n will be equal to 175 by 7. സോൾവ് ചെയ്തേ. That is 20, 14, 35, 25 അല്ലേ. 25 ആണ് ആൻസർ വരുന്നത്. അതായത് n എന്ന് പറഞ്ഞത്, n എന്ന് പറഞ്ഞതിന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 25. സോ ഓപ്ഷൻ സി 25. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Shiv is 27 times as old as his granddaughter. However, 3 years later, he will be 14 times as old as his granddaughter. What is the present age of his granddaughter? Okay, age അല്ലെ, ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യനകത്ത് വരുന്നതാണ്. ഷിവ് എന്ന് പറഞ്ഞ ഒരാൾ 27 ടൈംസ് ഓൾഡ് ആണ് ഗ്രാൻഡ് ഡോട്ടറിനെക്കാട്ടിൽ അല്ലെ. ഇപ്പൊ 2 പേരുണ്ട് ഇവിടെ. ഒരു ഷിവ് ഉണ്ട്, ഒരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്. ഗ്രാൻഡ് ഡോട്ടറിന്റെ ഏജ് എക്സ് ആണെന്ന് അസ്യൂം ചെയ്താൽ ഷിവിന്റെ വയസ്സ് എത്ര ആയിരിക്കും? 27 ടൈംസ് ഓൾഡ് ആണ്. അതായത് 27x ആയിരിക്കും. ഇത് പ്രസന്റിലെ കാര്യമാണ് പറയുന്നത് അല്ലെ. ഇതാണ്ട് ഈസ് അല്ലെ. ഗ്രാൻഡ് ഡോട്ടറിനെക്കാട്ടിലും പ്രസന്റിലെ ഏജ് അയാളുടെ 27 ടൈംസ് ആണ്. അപ്പൊ അത് കിട്ടി. However, 3 years later, 3 വർഷം കഴിഞ്ഞിട്ട് അല്ലെ, 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സിൽ പ്രസന്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ ഏജ് നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? ആഫ്റ്റർ 3 years എന്താ ഷിവിന്റെ ഏജ് എന്തായി? 27x കൂടെ ഒരു 3 കൂടെ കൂടി അല്ലെ. ഗ്രാൻഡ് ഡോട്ടറിന്റെയോ? എക്സിന്റെ കൂടെ ഒരു 3 കൂടെ കൂടി. അപ്പൊ ഇതാണ് 3 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇവരെ 2 പേരുടെയും ഏജ്. ഇനി ആ ഏജിനെ പറ്റി ഇവിടെ പറയുന്നത് എന്താ? ഹി വിൽ ബി 14 ടൈംസ് ആസ് ഓൾഡ് ആസ് ഹിസ് ഗ്രാൻഡ് ഡോട്ടർ. ഷിവിന്റെ ഏജ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോട്ടറിനെക്കാട്ടിലും 14 ടൈംസ് ഇരട്ടിയാണ് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? 27x + 3 അല്ലെ. അയാളുടെ ഏജ് എന്ന് പറയുന്നത് ഈക്വൽ ടു എത്ര? 14 ടൈംസ്. 14 ഇൻറ്റു ഗ്രാൻഡ് ഡോട്ടറിന്റെ ഏജ് ആണ് അല്ലെ. എപ്പോഴത്തെ കാര്യം പറഞ്ഞത്? 3 years ലേറ്റർ. അതുകൊണ്ടാണ് നമ്മൾ 3 years കഴിഞ്ഞിട്ടുള്ള അവരുടെ ഏജ് എടുത്തത്. ഇനി ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സ് കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 27x + 3 വിൽ ബി ഈക്വൽ ടു 14x + 14 ഇൻറ്റു 3 12, 42. ഇനി എക്സ് എല്ലാം ഒരു സൈഡിലെടുത്തേ. 27x മൈനസ് 14x വിൽ ബി ഈക്വൽ ടു 42 മൈനസ് 3. എന്തുവരും? 7 - 4 3 13. 13x will be equal to 39. So x will be equal to 39 by 13. That is 3 years. അല്ലേ. അപ്പൊ എക്സ് എന്ത് കിട്ടി? എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഡോട്ടറിന്റെ പ്രസന്റേജ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് ക്ലിയർ ആയിരിക്കണേ. വാട്ട് ഈസ് ദ പ്രസന്റേജ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഡോട്ടർ? അപ്പൊ എത്രയാണ്? ഓപ്ഷൻ ഡി 3 years. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ നമ്പേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ ദ ഗിവൺ സീരീസ്. ഓക്കെ, നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു നമ്പർ പാറ്റേൺ തന്നിട്ടുണ്ട്, അതിന്റെ അടുത്തത് വരുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് പല തരത്തിൽ സീരീസിന്റെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം ഡിഫറൻസ് എടുത്ത് നോക്കും അല്ലെ. ഡിഫറൻസ് എടുക്കുന്നത് എന്തെങ്കിലും ഒരു പാറ്റേൺ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് ഡിഫറൻസ് പാറ്റേൺ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സീരീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ് സ്ക്വയറുകൾ എടുക്കുന്നത്. സ്ക്വയർ അതായത് 1 തൊട്ട് 10 വരെ അല്ലെങ്കിൽ 20 വരെയുള്ള സ്ക്വയറുകൾ കാണാൻ പഠിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പാറ്റേൺ ആയിരിക്കും. ഇപ്പൊ ചിലപ്പം ഡയറക്റ്റ് സ്ക്വയർ ആയിരിക്കത്തില്ല. സ്ക്വയർ ഓരോ നമ്പർ ഇപ്പം ഇങ്ങനെ ചെയ്യാം. ആദ്യം 1 സ്ക്വയർ +2, അടുത്തത് രണ്ടാമത്തെ 2 സ്ക്വയർ +2,
3 സ്ക്വയർ +3 അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാറ്റേൺ, അതായത് +3ക്ക് പകരം അല്ലെങ്കിൽ ആ പ്ലസ് ഞാനിവിടെ 2 പറഞ്ഞതിന് പകരം വേറെ എന്തെങ്കിലും ആകാം. ചിലപ്പോൾ ഒന്ന് കൂട്ടുന്നു, ചിലപ്പോൾ ഒന്ന് കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ആ പെർഫെക്റ്റ് സ്ക്വയറുകൾ നമ്മൾ പറയുന്ന 4, അപ്പോൾ ഇത് 4, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 അല്ലെ, 4 സ്ക്വയർ 16, ആ നമ്പേഴ്സ് നമുക്ക് കാണാതെ അറിയാമെങ്കിൽ അതിൻ്റെ അടുത്ത് വരുന്നതാണോ. ഇപ്പോൾ നമ്മളൊരു 15 കണ്ടാൽ നമ്മൾ മനസ്സിലാലോചിക്കുക 4ന്റെ സ്ക്വയറിൻ്റെ ഒന്ന് കുറച്ചേക്കുവാണ് ആ നമ്പർ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്ക്വയറുകളെല്ലാം കാണാൻ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പം 1 തൊട്ട് അറ്റ്ലീസ്റ്റ് 10 വരെങ്കിൽ അല്ലെങ്കിൽ ഒരു 20 വരെ ഉള്ള സ്ക്വയറുകൾ കാണാതെ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. അതേപോലെ തന്നെ ക്യൂബുകൾ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ക്യൂബ് എടുത്തിട്ട് +1 എന്നോ +2 എന്നോ ഒക്കെ ചെയ്യാം. അപ്പോൾ 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം കാണാതെ നമ്മൾക്ക് ചെയ്തെടുത്താൽ പോരാ, നമുക്ക് 64 എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ 63 അല്ലെങ്കിൽ 65 കാണുമ്പോൾ ക്യൂബിൻ്റെ അടുത്തുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ പ്രൈം നമ്പേഴ്സിൻ്റെ പറയുന്നത് ചിലപ്പോൾ ഡിഫറൻസ് ഒക്കെ എടുക്കുന്നത് പ്രൈം നമ്പേഴ്സായിട്ട് വരാറുണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സ്, സ്ക്വയറുകൾ, ക്യൂബുകൾ, ഇതൊക്കെ ഒന്ന് കാണാൻ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ ഈ സീരീസ് വരുമ്പോൾ അതൊരു ട്രയൽ ആൻഡ് എറർ പോലെയാണ്, നമ്മൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. അല്ലാതെ ഇന്ന ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നമുക്ക് നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മെയിനായിട്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഡിഫറൻസ് ആണ് എടുത്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ 0, 3, 10, 21, 36. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻസ് എടുത്ത് നോക്കിയേ. ഇവിടെ എത്ര ഡിഫറൻസ് 3, ഇവിടെ 10 - 3 7, ഇവിടെ 21 - 10 എത്ര വന്നു 11, then 36 - 21 എത്ര വന്നു 15 അല്ലേ. ഒന്ന് നോക്കിയേ 3, 7, 11, 15 ഓഡ് നമ്പേഴ്സ് ആണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, 3 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓഡ് നമ്പർ ഇല്ല അല്ലേ. ഓരോ നമ്പർ വിട്ടിട്ടുള്ള ഓഡ് നമ്പേഴ്സ് ആണ്. ഇപ്പോൾ 3 കഴിഞ്ഞ് 5 ഇല്ല, അത് കഴിഞ്ഞ് 7 അല്ലേ, 7 കഴിഞ്ഞ് 9 ഇല്ല, 9 കഴിഞ്ഞ് 11, 11 കഴിഞ്ഞ് 13 ഇല്ല, അത് കഴിഞ്ഞ് 15. അപ്പോൾ അടുത്ത എന്തായിരിക്കും 15 കഴിഞ്ഞിട്ടുള്ളത് 17 ആണ്, അതെടുക്കത്തില്ല, 19 ആയിരിക്കും എടുക്കുന്നത് അല്ലേ. ദാറ്റ് മീൻസ് 36 + 19 അല്ലേ, 15, 55. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ 55 ആയിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 7:x = 17.5:22.5 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എങ്ങനെ ചെയ്യാം? A:B = C:D എന്ന് വന്നാൽ എന്തേ ഉള്ളൂ, A/B = C/D. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആയി അല്ലേ. അപ്പോൾ അതേപോലെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. എന്താ 7/x will be equal to 17.5/22.5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തേ. ദാറ്റ് ഈസ് 7/x will be equal to 175. ഈ പോയിന്റ് മുതൽ എന്ത് ചെയ്യണം? മേളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. ഒരേപോലത്തെ എണ്ണം അല്ലേ, മേളിലും 1 ഉള്ളൂ, താഴെ 1 ഉള്ളൂ. സോ ഡിവൈഡ് ബൈ 25. ഇനിയും സോൾവ് ചെയ്ത് x will be equal to 225 × 7 ഇവിടെ എന്ത് ചെയ്യും? ബൈ 175. ക്ലിയർ അല്ലേ? ഓക്കെ, കട്ട് ചെയ്തേ. 7 വെച്ച് ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 1 ഇവിടെ 25 അല്ലേ. ദെൻ 25 × 9 ആണ് അല്ലേ. ജസ്റ്റ് 2 തവണ 5 വെച്ച് കട്ട് ചെയ്ത് നോക്കിയോളൂ. 25 × 9 ആണ് വരുന്നത്. ദാറ്റ് ഈസ് സോ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 9. ഓപ്ഷൻ എ 9. ക്ലിയർ അല്ലേ? പിന്നെ ഏൽപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അതപ്പോൾ നന്നായിട്ട് ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്ക് UGC നെറ്റിൻ്റെ പേപ്പർ 1ൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ജനറൽ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നല്ലതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.